ഓക്കേ. ഏത് തന്നിയുടെ ഫോണാടാ ബെല്ലടിക്കുന്നത്? സൈലന്റ് മോഡിൽ ഇട്ട് വെക്കടാ. സാർ, സാറിന്റെ ഫോൺ തന്നെ അടിക്കുന്നത്. ആ തെണ്ടി ഞാനായിരുന്നല്ലേ. ഹലോ. ആ കാർത്തികേ, ആ ഗണപതിയുടെ അമ്പലം നീ കണ്ടില്ലേ? അതിൻ്റെ അടുത്ത ബിൽഡിങ് 6th ഫ്ലോർ. ആ അതിലെങ്ങ് പോരെ. ആ ആക്ഷൻ. ഇരിക്കടി. ആ എന്താടി, നിങ്ങൾ തന്നെ വരും, എന്നിട്ട് പ്രേമിക്കും, കാശില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ ദൂരേക്ക് എറിഞ്ഞിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് നിന്റെയൊക്കെ കല്യാണത്തിന് വന്നിട്ട് ഗിഫ്റ്റും കൈ തന്നിട്ട് ശോകാനം പാടി താടിയും വളർത്തി നടക്കുന്നോർത്തോ? നോക്ക്, എനിക്ക് നിന്നെ മറക്കണം. സോ നിന്നെ പോലൊരു പെണ്ണിനെ നീ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തരണം, മനസ്സിലായോ? അയ്യോ, നീ തരും. അയ്യോ, ഇതെന്താ എന്റെ കഥ നിങ്ങൾ സിനിമ എടുക്കുന്നത്? ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ സാർ സംസാരിച്ചോണ്ടിരിക്കുന്നു. എടാ, ആഗ്രഹിച്ചെടുത്ത ഒരു സീനാ നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. ചേട്ടാ, ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? ഇതെല്ലാം തെറ്റായിട്ടാ. എന്താ ഡാർലിംഗ്, സാർ സുഖമാണോ? സുഖം തന്നെയാണ്. നിന്റെ കഥയാണോ ഇയാൾ എടുത്തോണ്ടിരിക്കുന്നത്? സാറേ, ബ്രേക്ക്. അപ്പോ ആ പെണ്ണ് നിന്നെ ടോട്ടലായിട്ട് മാറ്റിയിട്ട് അവളെ പോലെ തന്നെ വേറൊരു പെണ്ണിനെ റെഡിയാക്കി തന്നോ? സംഭവം കൊള്ളാമല്ലോടാ. കഥക്കകത്ത് 2 ഹീറോയിനാ? ആര്യമോൻ ചായ കുടിച്ചോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സെക്കൻഡ് ഹീറോയിനിക്ക് ആൻഡ്രിയെ ഫിക്സ് ചെയ്തോളൂ. എന്തോന്ന് ആൻഡ്രിയയോ? ഞാൻ വേറൊരു ഫീലില്ലേ. ഓക്കെ ഓക്കെ. ഹലോ, ആ പറയ് നിഷ. ഫോണിലാരാ, ഫസ്റ്റോ സെക്കൻഡോ? ശരി, ഞാൻ വന്നോളാം. സെക്കൻഡ് വൺ. ഓ സാറേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എവിടേക്കാ? നിഷ ഫാം ഹൗസിൽ വരാൻ പറഞ്ഞേക്ക്. പിന്നെ എനിക്ക് ഐശ്വര്യം പോയെന്ന് കാണണം. ഞാൻ വേറെ ദിവസം വരാം സാറേ. രണ്ടുപേരും ഫാം ഹൗസിലേക്ക് വരുന്നു? അയ്യോ സാറേ, നിഷ മാത്രം അവിടെ വരുന്നത്. ശരി, ഓക്കെ സാറേ, പിന്നെ കാണാം. ശരി, ഓക്കെ സാർ. ആര്യമോനെ, കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സൂപ്പർ കഥ. ക്ലൈമാക്സ് വേഗം പറയണം. ക്ലൈമാക്സിന് വേണ്ടി ഞാൻ അവന്റെ പുറകെ പോകേണ്ടി വരുമല്ലോ. എന്താ സംസാരിക്കാനുള്ളത്? എന്തായാലും സാറ്റർഡേ നീ അവളെ കാണാൻ പോകുന്നതല്ലേ, പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അത് പിന്നെ ആ നിഷ അവരുടെ ഫാം ഹൗസിലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ്. ഫാം ഹൗസിലേക്കല്ലേ വിളിച്ചത്? അങ്ങോട്ട് പോയാലെന്താ? നീ എന്താ ഇങ്ങനെ പറയുന്നേ? അവളുടെ ആ ഫാം ഹൗസിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ഗുലാം നടന്നു പോയാ? നടക്കും. കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം തെറ്റാണ്. നീ തന്നെ അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണ്ട. നാളെ അവള് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവായിരിക്കും. നിന്റെ റെസ്പോൺസ് കണ്ട് അവളങ്ങനെ ഫ്ലാറ്റ് ആകണം. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന മാത്രം ചെയ്യും, ഓക്കെ? നാളത്തെ ദിവസം പൗർണമിയാ ആണെങ്കിൽ പൊതുവേ പൗർണമിയുടെ അന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാകും. എന്ന് വെച്ചാ? അല്ല, എല്ലാവർക്കും ശരീരത്ത് ബ്ലഡ് പമ്പിങ് കൂടുതലായിരിക്കും. സോ അതുപോലത്തെ സമയത്ത് അവള് ഐ ടു ഐ ലവ് ഫീൽ നീ നോക്കിന്ന് വെച്ചോ, അവള് മുട്ടുകുത്തും. മുട്ടുകുത്തുക, ലവ് ഫീല്, ഇതെങ്ങനെ? ഷോ ഇങ്ങനെ ചോദിച്ചാ അങ്ങനെ മര്യാദക്കിരിക്കും, കാലിടും. ഇപ്പോ എന്റെ കണ്ണിനെ മാത്രം വളരെ റൊമാൻറ്റിക് ആയിട്ട് വളരെ ലവ് ഫീലിൽ നോക്കിക്കൊണ്ടേയിരിക്കെ. ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന പോലെ അല്ല നോക്കാൻ പറഞ്ഞത്. കുറച്ച് ലവ് ഫീൽ കൂട്ട്. ഓക്കെ, അവാ ഒന്ന് അടച്ചു വെക്കേ. വൃത്തിയായിട്ട ഫീല് കുറച്ചുകൂടി ഫീൽ ചെയ്യ് കാർത്തിക്. ഞാൻ ഫീൽ ചെയ്യാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പിടിച്ചോണ്ടിരിക്കണം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചോട്ടെ? അത് വേണ്ട. അയ്യോ, അപ്പൊ എനിക്ക് ഫീൽ വരത്തില്ലല്ലോ. ശരി, എന്നാ പിടിച്ചോ. നീ അവളെ നോക്കുമ്പോ ഈ ലോകത്ത് നീ മാത്രം മതിയെന്ന് അവള് ഫീൽ ചെയ്യണം. വേറെ ആരും വേണ്ടെന്ന് അവക്ക് തോന്നണം. അല്ല ഇഷു, നീ നാളെയല്ലേ പൗർണമി എന്ന് പറഞ്ഞേ? ഇപ്പൊ തന്നെ ആ എനർജി സ്റ്റാർട്ട് ആയെന്ന് തോന്നുന്നേ. നോക്ക്, ബ്ലഡ് എല്ലാം തരിച്ചു കയറുന്നു. ഞാൻ നിനക്ക് ക്ലാസ് എടുത്ത
നീ എന്നെ വെച്ച് പ്രാക്ടിക്കൽ ട്രൈ ചെയ്യുന്നു. ഇത് ശരിയല്ല. നീ പോ. എന്താ അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അതിന്റെ ഫിനിഷിംഗ് എന്താന്ന് പറയാതെ പോന്നു. ഫിനിഷിംഗ് ഒന്നുമില്ല. നീ എന്തെങ്കിലും ചെയ്തോ. ഐഷു ഹലോ. ആ കാർത്തി ഇറങ്ങിയോ? ആ വന്നോണ്ടിരിക്കുക. എടാ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ആ നമ്മുടെ മീറ്റിംഗ് ഫാം ഹൗസിലല്ല, നീ വീട്ടിലേക്ക് വാ. വീട്ടിലേക്കോ? വൈറ്റാ? എനി പ്രോബ്ലം? ഒന്നുമില്ല, ഞാൻ വന്നേക്കാം. ഓക്കെ, സീ യു, ബൈ. ഹായ് കാർത്തി. ഹായ്. വെൽക്കം ഹോം. ഓ അകത്തേക്ക് വാ സാറേ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഈ വീട്ടിലിപ്പോൾ ആരും ഇല്ലെന്നേ. അകത്തേക്ക് വാ. ഇരിക്കുന്നേ. നൈസ് ഹൗസ്. യെസ്. ആ മറന്നുപോയി. എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? അല്ലാതെ കോഫി ഉണ്ടെങ്കിൽ. കോഫി മതിയോ? ബദാം മിൽക്ക്. ബദാം മിൽക്ക് ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യലാ അത്. യൂസ് ഇറ്റ്, ഐ വിൽ ബ്രിങ് ഇറ്റ്. ടേക്ക് ഡൈവേർഷൻ. ശിവരാത്രി തൂക്കം ഏത് മുതൽ രാത്രി തുടങ്ങും പോത് അടിക്കുது കുളിര് എന്നെ മടക്കുது തളിര് എന്തു പറ്റി കാർത്തി? അല്ല, ചുമ്മാ വീട് കണ്ടോണ്ടിരിക്കായിരുന്നു. കാർത്തി, ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. ഞാൻ നിന്നെ കോഫി ഷോപ്പിൽ കണ്ടതിന് ശേഷം ഐ എം ഗോയിങ് ക്രേസി ഓൺ യു. അതിൽ പിന്നെ ഐ എം ഡൂയിങ് സോ മെനി ക്രേസി തിങ്സ്. ഇതൊക്കെ ഒരു സിംറ്റം പോലെ തോന്നുന്നു. എന്ത് സിംറ്റം? മെന്റൽ ആവുമ്പോഴുള്ള സിംറ്റംസ്. മനസ്സിലാവുന്നില്ലല്ലേ? ശരി, ഒരു നാണുമില്ലാതെ പറയാം. ആക്ച്വലി ഞാൻ ഇതുവരെ ഒന്നിനും നാണിച്ചിട്ടില്ല. ഭയങ്കര ബോൾഡാ ഞാൻ. ഈസി ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ലൈഫിൽ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്നാൽ നിന്നെ കണ്ടതിന് ശേഷം എല്ലാം ഓപ്പോസിറ്റ് റിയാക്ഷനാ. ഞാനല്ലാതായി മാറിയിരിക്കുക. ഐ വോണ്ട് ടു മേക്ക് ലവ് ടു യു. നിന്നെ പോലിരിക്കുന്ന ഒരുപാട് കുട്ടികളെ പ്രസവിക്കണം, മനസ്സ് നിറയെ സ്നേഹിക്കണം, ഏറെ ജീവിക്കണം. ഇങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. നീ എന്നെ കല്യാണം കഴിക്കോ കാർത്തിക്? ലവ് യു കാർത്തി. കാർത്തിക്, ഹായ്. ഓക്കെ അല്ലേ? ഓ മുരുക, എന്തുമാത്രം പാടുപെട്ടു. സക്സസ്. സൂപ്പർ 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 സൂപ്പർ. താങ്ക് യു മുരുക, താങ്ക് യു. സൂപ്പർ. ഇനി പറ,
ഇനി മുതൽ നീ എന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നെ നീ മിസ് ചെയ്തു ഫീൽ ചെയ്യില്ലല്ലോ? ചേ ഒരു ചാൻസും ഇല്ല. ഏയ് അപ്പൊ ഇതാണ് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് അല്ലേ? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ശേഷേ, ഇപ്പോ നമ്മൾ തമ്മിൽ ഏതൊരു എക്സ്പെക്ടേഷനും കമ്മിറ്റ്മെന്റ്സ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. സോ നോ പ്രോബ്ലം. ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫോർ എവർ. സോ എപ്പോ വേണമെങ്കിലും മീറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ.